എൻ്റെ അനുഭവമാണ് എന്നെ അതിനെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തീരം നഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പൂന്തുറ. പൂന്തുറയിലാണ് ആദ്യമായിട്ട് കല്ലിടുന്നത്, കടൽഭിത്തി ഉണ്ടാകുന്നത്. ഇതൊക്കെ 72 കാലഘട്ടത്തിൽ, 70. അതുവരെ ഇവിടെ ഒന്നും ഒരിടത്തും ഒരു തീരവും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. കേരളത്തിൻ്റെ കോസ്റ്റിനെ കുറിച്ച് തന്നെ പഠിച്ചിട്ട് അവർ തന്നെ പറയുന്നു, ഈ കൺസ്ട്രക്ഷൻസാണ് ഏറ്റവും മാൻമെയ്ഡാണ് ഇതെല്ലാം, ഈ തീരം നഷ്ടപ്പെടുന്നത്, ഈ റോഷൻ. അതുകൊണ്ട് ഇനിമേൽ അങ്ങനത്തെ സ്ട്രക്ചർ നിർമ്മിക്കരുത്. അപ്പോൾ അയാൾ പ്രസംഗിച്ച് തന്നെ അറിയാം രാഘവൻ, ഇവിടെ ചില ആളുകളുണ്ട്, അവർക്ക് എല്ലാ ഈ ആളുകളെല്ലാം എപ്പോഴും ഈ മീൻ പിടിച്ച് ജീവിക്കണമെന്നാണ്, അല്ലാതെ വലിയ പുരോഗമനം ഹാർബറൊക്കെ വന്നാൽ ഇവിടെ വലിയ ജോലികളും കപ്പലുകളും ഒക്കെ വരും, അങ്ങനെയുള്ള പുരോഗമനത്തിന് ഇവരെതിരാണ്. അത് മാത്രമേ പുള്ളിക്ക് പറയാനുണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് വിഴിഞ്ഞത്ത് തന്നെ ആളുകൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് പിന്നെ സംസാരിച്ചു. ഒരു വർഷം വിഴിഞ്ഞം പ്രവർത്തിച്ച് ഭയങ്കര പുരോഗതിയാണ്. അയാൾ പറയുന്നത് GST വരുമാനം കിട്ടി 97 കോടി രൂപ. ഇതാണ് കേരളത്തിനാകെ കിട്ടിയത്, GST ആണ്. അപ്പോൾ അത് കേന്ദ്രത്തിനും കിട്ടും പൈസ, GST. എന്നാൽ കേരളത്തിന് ചിലവ് എത്രയാണെന്നുള്ള ആരും ചോദിക്കുന്നില്ല. ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ ഒരു കടം വാങ്ങിച്ചു, ഒരു നബാർഡിൽ നിന്ന് ഒരു 1600 കോടി രൂപ വാങ്ങിച്ചു. ഈ 1600 കോടി രൂപയ്ക്ക് 32 കോടി രൂപ മാസം തോറും പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ, ആദ്യം തന്നെ ഇത് കോൺസെപ്റ്റ് തുടങ്ങിയപ്പം MP രാഘവൻ്റെ കാലത്ത് തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഇതിനെ അവരുടെ ഔദ്യോഗിക ചർച്ചകളിൽ പോയി തന്നെ എതിർത്ത ഒരാളാണ്. എൻ്റെ അനുഭവമാണ് എന്നെ അതിനെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തീരം നഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പൂന്തുറ. പൂന്തുറയിലാണ് ആദ്യമായിട്ട് കല്ലിടുന്നത്, കടൽഭിത്തി ഉണ്ടാകുന്നത്. ഇതൊക്കെ 72 കാലഘട്ടത്തിൽ, 70. അതുവരെ ഇവിടെ ഒന്നും ഒരിടത്തും ഒരു തീരവും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ 78 തീരമൊക്കെ നഷ്ടപ്പെട്ട അവിടെ കടൽഭിത്തി ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൗസിംഗ് കോളനി ഉണ്ടാക്കി മുഴുവൻ ആളുകളെ, ഒരുപാട് പേരുടെ വീടുകൾ പോയി. അപ്പോൾ തീരെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, വീടുകൾ മാറ്റേണ്ടി. അന്ന് പിന്നെ മാറ്റി പാർപ്പിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. എങ്കിലും വളരെ ദുരിതം തന്നെയായിരുന്നു. പക്ഷെ ആർക്കും അപ്പോഴും എനിക്കും അറിയില്ല ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നത്. എന്തോ കുഴപ്പം, പെട്ടെന്ന് പ്രകൃതിയുടെ പ്രശ്നമാണോ. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ശാസ്ത്രജ്ഞന്മാരുടെ ഇത് പഠിക്കുകയൊക്കെ പഠനങ്ങൾ പിന്നെയാണ് അറിയാൻ തുടങ്ങിയത്. ഈ തെറ്റായ കൺസ്ട്രക്ഷൻസ് ഒരു തീരത്ത് നടത്തിയാൽ അതിൻ്റെ ഒരു വശത്ത് തീരം പോവും, വേറൊരു വശത്ത് തീരം ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ 80കളിൽ, പ്രത്യേകിച്ച് ഞാൻ ഈ 90കളിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് കിട്ടി ഈ കോസ്റ്റ് ഇക്കോസിസ്റ്റം പഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലൊക്കെ പോവുകയും പലയിടങ്ങളിലും പഠിക്കാനൊക്കെ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഈ കോസ്റ്റൽ ഇറോഷൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഇത് മാൻമെയ്ഡാണ്, അല്ലാതെ ഇത് നാച്ചുറൽ അല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൂന്തുറയിൽ എൻ്റെ ഗ്രാമത്തിൽ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ ഒരു മത്സ്യബന്ധന ഹാർബറിന് വേണ്ടി ബ്രേക്ക് വാട്ടർ നിർമ്മിച്ച ശേഷമാണ് എൻ്റെ പൂന്തുറ ഗ്രാമം പോയത്. ഇത് എനിക്ക് അനുഭവമാണ്. ഈ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു പുതിയ ഹാർബർ നിർമ്മിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വിഴിഞ്ഞത്തെ ഒരു ഫിഷിംഗ് ഹാർബറിന് വേണ്ടി വെറും ഒരു 400 മീറ്ററിൻ്റെ ഒരു ബ്രേക്ക് വാട്ടർ നിർമ്മിച്ച ശേഷമാണ് എൻ്റെ ഗ്രാമം പോയത്. അപ്പോൾ ഇതിപ്പോൾ 1400 മീറ്ററുള്ള പുതിയ ബ്രേക്ക് വാട്ടറാണ് ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തീരം നഷ്ടപ്പെടുകയുള്ളൂ. എൻ്റെ ഗ്രാമം പോലും കൂടുതൽ പ്രശ്നത്തിന് വിധേയമാകും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എതിർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനും തുടങ്ങി.
ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ച അനുഭവങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇന്ത്യ ഗവൺമെൻറ് തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒരു ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രിയായിരുന്നപ്പോൾ പുള്ളിയുടെ പഠനം ആവശ്യപ്രകാരം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കേരളത്തിൻ്റെ കോസ്റ്റിനെ കുറിച്ച് തന്നെ പഠിച്ചിട്ട് അവർ തന്നെ പറയുന്നു ഈ കൺസ്ട്രക്ഷൻസാണ് ഏറ്റവും മാൻമെയ്ഡാണ് ഇതെല്ലാം, ഈ തീരം നഷ്ടപ്പെടുന്നത് ഇറോഷൻ. അതുകൊണ്ട് ഇനിമേൽ അങ്ങനത്തെ സ്ട്രക്ചർ നിർമ്മിക്കരുത്. അപ്പോൾ പിന്നെ ഞാൻ കൺവിൻസ്ഡായി ഇത് വെറൊരു ഇത് എതിർത്തില്ല എങ്കിൽ ഇത് ആദ്യമേ ഇത് ആളുകൾ, പക്ഷേ ഇത് മനസ്സിലാക്കാൻ എല്ലാ ആളുകൾക്കും ഇതൊന്നും വായിക്കാനോ പഠിക്കാനോ കഴിയില്ലല്ലോ. അപ്പം ഞാനിതേക്കുറിച്ച് സിമ്പിളായിട്ട് തന്നെ എഴുതാനും തുടങ്ങി, ആളുകൾ പ്രചരിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ എൻ്റെ പഴയ ബന്ധങ്ങളും കോൺടാക്ട്സും ഉള്ള ഒരുപാട് ആളുകൾ ഇതിനോട് യോജിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായി. അപ്പം ഞാൻ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ ഈ മീറ്റിങ്ങുകളിൽ പോയി എം വി രാഘവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ എതിർത്തു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഒരു വലിയ മീറ്റിംഗ് ആദ്യം നടത്തിയത് ഇവിടെ മസ്കറ്റ് ഹോട്ടലിനടുത്തുള്ള ഒരു കോബാങ്ക് ടവേഴ്സ് വെച്ച്. അവിടെ പോയി ഞാൻ പരസ്യമായിട്ട് ഇപ്പോൾ ഫിഷറി സെക്രട്ടറിക്ക് എന്നെ അറിയായിരുന്നു അതിന് മുമ്പേ ഉള്ള ഇത് വെച്ച്. അയാൾ തന്നെ പറഞ്ഞു നിങ്ങൾ വന്ന് സംസാരിക്കും, പറയൂ, മന്ത്രി കേൾക്കട്ടെ. മന്ത്രിക്ക് ഭയങ്കര ദേഷ്യമായി പോയി. അപ്പോൾ അയാൾ പ്രസംഗിച്ച് തന്നെ അറിയാം, എം വി രാഘവൻ, ഇവിടെ ചില ആളുകളുണ്ട്, അവർക്ക് ഈ ആളുകളെല്ലാം എപ്പോഴും ഈ മീൻ പിടിച്ച് ജീവിക്കണമെന്നാണ്, അല്ലാതെ വലിയ പുരോഗമനം ഹാർബറൊക്കെ വന്നാൽ ഇവിടെ വലിയ ജോലികളും കപ്പലുകളും ഒക്കെ വരും, അങ്ങനെയുള്ള പുരോഗമനത്തിന് ഇവരെതിരാണ്. അത് മാത്രമേ പുള്ളിക്ക് പറയാനുണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് വിഴിഞ്ഞത്ത് തന്നെ ആളുകൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് പിന്നെ സംസാരിച്ചു. ഇതിങ്ങനെ അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയതാണ്. അപ്പം ഞാനിത് കൺവിൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ആളുകളുടെ ഇത് പ്രചരിപ്പിച്ചു. അപ്പോൾ പലരും പിന്നെ അത് ഒരുപാട് പേര് ഏറ്റെടുത്തു. പക്ഷേ പീറ്ററൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അന്ന് ഭയങ്കര തന്ത്രപരമായിട്ട് പുള്ളി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ പല ആളുകൾ ഇത് പരിസ്ഥിതി ആഘാത പഠനത്തിന് ഞാൻ നേരിട്ട് ഇടപെട്ടു. ഇതൊക്കെ ഞാൻ എഴുതി കൊടുത്തു, ഈ പബ്ലിക് ഹിയറിങ്ങിൽ പങ്കെടുത്തു. അത് അവർക്ക് വലിയ പ്രശ്നമായി, കാരണം ഞാനിതെല്ലാം പറഞ്ഞതെല്ലാം സയൻറ്റിഫിക്കാണ്. അപ്പോൾ ഇതിന് അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാതായി. അവർക്ക് ഇത് എങ്ങനെ ചെയ്യണോ, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞൂടൂ. അവസാനം അവർ കൃത്രിമമായിട്ട് പുതിയ റിപ്പോർട്ടുണ്ടാക്കി, പൈസ കൊടുത്ത് വേറെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ഇവിടെ തീരെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരെ റിപ്പോർട്ടുണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് അവരതിനെ മറികടന്നത്. അപ്പോൾ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാനിത്, പ്രത്യേകിച്ച് എൻ്റെ ഗ്രാമം തന്നെ ഇല്ലാതായെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ്. ഈ വിഴിഞ്ഞം പോലുള്ളൊരു പോർട്ട്, ഇവിടെ ഒരു പോർട്ട് വന്നാൽ സിംഗപ്പൂർ പോലെയാകും, ദുബായ് പോലെയാകും. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടായി. പ്രത്യേകിച്ച് ഉൾഭാഗത്തുള്ളവർക്കൊന്നും ഇത് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പോർട്ട് വന്നാൽ ഉദ്ദേശിക്കുന്നത് സാധിച്ചില്ലെങ്കിൽ ശരി, നമ്മളൊരു സ്വപ്നം കണ്ടു, സ്വപ്നം യാഥാർത്ഥ്യമായില്ലെന്നല്ലേ അവർ പറയുള്ളൂ. പക്ഷേ തീരത്തെ സംബന്ധിച്ചാൽ അതല്ലല്ലോ. തീരം പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ശംഖുവും ബീച്ച് മുഴുവൻ പോയില്ലേ, എന്താ നഷ്ടം? ആരെങ്കിലും അതിൻ്റെ നഷ്ടം വിലയിരുത്തുന്നുണ്ടോ? അതൊരു വഴിക്ക്. പക്ഷേ ഇതിൻ്റെ ഈ സാമ്പത്തികം തന്നെ പരിഗണിച്ചാൽ പിന്നെ ഇത് അദാനി വന്നു കഴിഞ്ഞാൽ അദാനിക്ക് വേറൊരു താല്പര്യമാണ്. അദാനി ഇതിനെ വെച്ച് വേറെ താല്പര്യം മുതലെടുക്കുകയാണല്ലോ. അദാനിയുമായിട്ട് വിലപേശൽ നടത്തിയ അവസാനം അദാനിയുടെ പറഞ്ഞ ഇപ്പോൾ ആകെ പ്രോജക്റ്റിൻ്റെ 75% കേരള സർക്കാരിൻ്റെ പണമാണ്. അദാനിയുടെ മുടക്കുമുതലൊന്നുമില്ല. ഒരു വ്യവസായം തുടങ്ങാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുമോ? പൊതുവായിട്ടുള്ള സ്ഥലം, പബ്ലിക് കോമൺ പ്രോപ്പർട്ടിയാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്, അതിനുള്ള അനുവാദവും കൊടുക്കുന്നു. നിർമ്മാണത്തിൻ്റെ ചെലവിൻ്റെ 75% സർക്കാർ വഹിക്കുന്നു. എന്നാലും അയാൾ പറഞ്ഞു, എന്നാലും ഞാൻ തുടങ്ങില്ല, നിങ്ങൾ കാശ് കൂടുതൽ തരണം. അവസാനം വിലപേശലായി. അവസാനം വിലപേശി ഇപ്പം എന്താണ്, ഇപ്പോൾ കൊച്ചിയിലെ പോർട്ട് ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പ്രൈവറ്റ് കൊടുത്തതാണ്, ബിഡ് ചെയ്തതാണ്. 33 ആദ്യം മുതൽ കിട്ടുന്ന തുകയുടെ 33 വരുമാനത്തിൻ്റെ 33% കേന്ദ്രത്തിന് കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് അയാൾ ബിഡ് എടുത്തത്. ദുബായ് പോർട്ടിന് കിട്ടിയത്. അദാനി പോയി 13 കൊടുക്കാമെന്ന് പറയും. വിഴിഞ്ഞത്തിൻ്റെ ബിഡ് വന്നപ്പോഴത്തേക്കും എടുക്കാനേ ആളില്ല, അദാനി പോലും വന്നില്ല. വീട്ടിൽ പോയി വിലപേശുന്നു ഉമ്മൻചാണ്ടി. വിലപേശി കഴിഞ്ഞപ്പോൾ അയാൾ വയ്ക്കുന്ന നിബന്ധന അംഗീകരിക്കുന്നു. എന്താ നിബന്ധന? 15 വർഷത്തേക്ക് ഒരു പൈസ പോലും കൊടുക്കണ്ട വരുമാനത്തിൻ്റെ. 15 വർഷം കഴിഞ്ഞാൽ 16-ാം വർഷം കഴിയുമ്പോൾ 100 രൂപ കിട്ടിയാൽ 1 രൂപ കൊടുത്താൽ മതി കേരള ഗവൺമെൻറ്. അത് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ഗ്രാൻറ്റും ഇതെല്ലാം 75% പണവും കേരളം മുടക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും ഭയങ്കര, ഇപ്പോൾ ഈ മെനിഞ്ഞാന്ന് 4 നാൾ വാസവൻ പറയുന്നു 1 വർഷം വിഴിഞ്ഞം പ്രവർത്തിച്ച് ഭയങ്കര പുരോഗതിയാണ്.
അയാൾ പറയുന്നത് GST വരുമാനം കിട്ടി 97 കോടി രൂപ. ഇതാണ് കേരളത്തിനാകെ കിട്ടിയത്. GST ആണ്. അപ്പോൾ അത് കേന്ദ്രത്തിനും കിട്ടും പൈസ GST. എന്നാൽ കേരളത്തിന് ചിലവ് എത്രയാണെന്നുള്ള ആരും ചോദിക്കുന്നില്ല. ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ ഒരു കടം വാങ്ങിച്ചു, ഒരു നബാർഡിൽ നിന്ന് ഒരു 1600 കോടി രൂപ വാങ്ങിച്ചു. ഈ 1600 കോടി രൂപയ്ക്ക് 32 കോടി രൂപ മാസം തോറും പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നബാർഡ് കൊടുത്തപ്പോൾ പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു ഒരു കണ്ടീഷനിലാണ് കൊടുത്തത്. എന്താ, നിങ്ങൾ ഈ പൈസ തിരിച്ചു തരുമെന്നുള്ളതിന് ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് എഴുതി തരണം. ഇപ്പോൾ ബജറ്റിൽ ഏത് ഗവൺമെൻറ് വന്നാലും ബജറ്റിൽ 32 കോടി രൂപ വീതം നബാർഡിന് കൊടുക്കാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 97 കോടി രൂപ GST കിട്ടുന്നു, 32 കോടി രൂപ ഇതിന് കൊടുക്കുന്നു. വേറെ ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പണം ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവിന് ചിലവഴിച്ചിട്ട് ഇത് ആർക്കാ ഇതിൻ്റെ നേട്ടം? അദാനിക്ക് നേട്ടം ഉണ്ടാകാം, അയാൾക്ക് ചുമ്മാ കിട്ടി, അയാൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുക. അപ്പം ഇത് അദാനി MSC എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നുള്ള അവരുടെ കപ്പലുകൾ മാത്രം വരുന്ന ഒരു തുറമുഖമാണിപ്പോൾ ഇത്. അതിന് വേറെ രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ്റിനോ ജനങ്ങൾക്കോ എത്ര പേർക്ക് തൊഴിൽ കിട്ടി? അവർ പറഞ്ഞു നടന്നത് തിരുവനന്തപുരം മുഴുവൻ ദുബായ് ആകും, സിംഗപ്പൂരാകും. ഒരു വർഷം കഴിഞ്ഞല്ലോ. ആർക്ക് എത്ര തൊഴിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല ആർക്കും. 12 പെണ്ണുങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയെന്നുള്ളതാണ് എല്ലാവരും എടുത്തു കാണിക്കുന്നത്. അതിനകത്ത് ലേഡീസ് വിമൻ ഓപ്പറേറ്റിംഗ് പോർട്ട് എന്നാണ് പറയും. ഓക്കെ, നല്ലത്. അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും 7,000 കോടി രൂപ കേരള ഗവൺമെൻറ് മുടക്കിയിരിക്കുന്നത്? ഇനി അടുത്ത 15 വർഷത്തേക്ക് ഒരു പൈസ പറഞ്ഞ് GST മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ GST ലുലുമാളെന്നും ഒക്കെ കിട്ടുന്നുണ്ട് കേരള ഗവൺമെൻറ്. ഒരു പൈസ കേരള ഒന്നും കൊടുത്തിട്ടില്ല. ഇതിവിടെ 7,000 കണക്കിന് കോടി രൂപ കൊടുത്തിട്ട് 97 കോടി രൂപ GST കിട്ടിയെന്ന് പറയുന്നത് വീമ്പിളക്കുകയാണ് നമ്മുടെ മന്ത്രി. എന്ത് വികസനം! ഇപ്പോൾ ഇവിടെ കപ്പലുകളൊക്കെ പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ചെറുകിട മീൻപിടുത്തമാണ്. കപ്പലുകൾക്ക് വരുമ്പോൾ ഇവരെല്ലാം മുമ്പിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് കപ്പലുകൾക്ക് വരാൻ കഴിയുന്നില്ല. വലിയ പലപ്പോഴും ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഈ മീൻപിടുത്തക്കാരെ മുഴുവൻ മാറ്റിക്കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് ഇടയ്ക്കൊരു ഓർഡർ ഇത് സെക്യൂരിറ്റി ഏരിയയാണ്, ഇവിടെ മീൻപിടുത്തക്കാരൊന്നും അവിടെ കയറരുത് എന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് അവർ. കൂടുതൽ പ്രശ്നമാവും, മീൻപിടുത്തക്കാർക്ക് കൂടുതൽ ദോഷമേ ചെയ്യും. ഇപ്പം തന്നെ നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളായി കഴിഞ്ഞു. ഈ ശംഖുവൊക്കെ പോയില്ലേ.